ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ ഋതുവേദിക്ക് വേണ്ടി ഒരു ഡിഷ് തയ്യാറാക്കിയാണ്. പൈനാപ്പിൾ വെച്ചിട്ടാണ്. ഇത് നമ്മളിപ്പോ വാങ്ങിച്ചിട്ട് 2 ദിവസമായി. അപ്പൊ അത് നന്നായിട്ടൊന്ന് പഴുത്തിട്ടില്ലായിരുന്നു. അപ്പൊ പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പൊ അവൻ എപ്പോഴും പറയും അവന് പൈനാപ്പിൾ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഋതുവേദി ഇവിടെ ഇല്ല. പുള്ളിക്കാരൻ നഴ്സറി വരെ ഒന്ന് പോയേക്കുവാണ്. വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് നമുക്ക് ഈ ഒരു പൈനാപ്പിൾ ഡിഷ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളോട് എടുക്കുന്ന ഒരു പൈനാപ്പിൾ നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആണ്. ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം. ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കാം. മുഴുവൻ നമുക്ക് വേണ്ട, കുറച്ച് ഭാഗം മാത്രം മതി. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, നല്ല മണം. നമുക്ക് ഈ ഒരു ഭാഗം എടുക്കാം. ഇതിനു വേണ്ടി മാത്രമാണ്, എനിക്ക് വലിയ ഇഷ്ടമല്ല. ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇതിനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. വേണമെന്നാണ് പറയുന്നത്, പക്ഷെ കഴിക്കൂലെന്ന് കണ്ടറിയാം. കഴിച്ചോളാൻ വയ്യെന്നാണ് പറയുന്നത്. നമ്മുടെ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകുമ്പോൾ അവിടെ ഇതുപോലെ മാങ്ങായും പൈനാപ്പിളും ഒക്കെ ഇതുപോലെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊണ്ടുതരാം. അങ്ങനത്തൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. പകുതിയിലെ പകുതി, അതിന്റെ പകുതി എടുത്തിട്ട് ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് പിന്നീട് ആവശ്യമാണെങ്കിൽ ഇതുപോലെ നമുക്ക് ജ്യൂസ് അടിക്കാം. എല്ലാം കൂടി വെച്ച് ജ്യൂസ് അടിക്കാം. അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇടണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഒരു ചെറിയ കുഞ്ഞു സ്പൂണൊന്നും എടുക്കണം. അപ്പൊ അതിൽ ഒരു സ്പൂണും നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് വെക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാകുന്ന ടേസ്റ്റ് ചെയ്തിട്ട് നല്ല മധുരമുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്. സൂപ്പർ ടേസ്റ്റ്. ഋതുവിൽ വരുമ്പോഴത്തേക്ക് അവന് കൊടുത്തു നോക്കാം. എന്താണ് ഋതുവിലെ എക്സ്പ്രഷൻ എന്നൊന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഒത്തിരി ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് അടച്ചു വെച്ചേക്കാം. അപ്പൊ കുറച്ച് നേരത്തേക്ക് തന്നെ ഉപ്പ് എരിവൊക്കെ തിരിച്ചിരിക്കും. നമ്മുടെ ഋതുവിൽ വരുന്നുണ്ട്, അവന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഹായ് ഹായ് പറ, അമ്മയ്ക്ക് ഹായ് കാണിക്കാം. ഹായ്. ഓ, ഇതെങ്ങനെയുണ്ടായിരുന്നു? കിടന്നാ ഒക്കെ കഴിച്ചാ? എന്തൊക്കെ ഉണ്ടായിരുന്നു? മീൻകറി ഉണ്ടായിരുന്നാ? മീൻകറി ഇല്ലേ? വിഷമം വന്നാ മീൻകറി ഇല്ലാത്തോണ്ട്? അമ്മ ഇതുവരെ സാധനം തരട്ടാ. കണ്ണടച്ചാണ്, കണ്ണടച്ചു. അമ്മ പറയുമ്പോഴേ തുറക്കാവളേ. ഇതെന്തിനാണ്? ചേട്ടൻ തരുന്ന സാധനം എന്തിനാണ്? ഇതിന്റെ പേരെന്തരാണ്? നമ്മുടെ ഋതുദേവി എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരെ പോർക്ക് കൊണ്ട് കുത്തിത്തിന്നാനുള്ള ശ്രമത്തിലാണ് ഋതു. പോർക്ക് വെച്ച് കുത്തിയിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഋതു പോവുകയാണ്. ഇങ്ങനെ കിട്ടണം എന്നാ. ഇനി വരേ. ടേസ്റ്റ് കാരണം ഋതുദേവിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കുത്തിത്തിനാണ്. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.